ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വളരെയധികം രുചിയുള്ള ഒരു കസ്റ്റർഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ കസ്റ്റർഡ് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. 1/4 കപ്പ് ചവ്വരി ചേർത്ത് അത് ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം. ചവ്വരി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാൻ മാറ്റിയിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചു. 2 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതിൽ 1/2 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. എനിക്ക് കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് ഞാൻ 1/4 കപ്പ് ചേർത്തു. പാല് തിളയ്ക്കട്ടെ, അപ്പോഴേക്കും കസ്റ്റേർഡ് റെഡിയാക്കാം. 1/4 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് ചേർത്തു. നന്നായി ഇളക്കി. പാല് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റേർഡ് ഒഴിച്ചു. കസ്റ്റേർഡ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി തിക്ക് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് ഇത് അല്പനേരം തണുക്കട്ടെ. അപ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിരിക്കാം. ഇത് കുതിർന്ന് കിട്ടുമ്പോഴേക്കും കുറച്ച് ബദാമും കാഷ്യൂവും ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു മാങ്ങയുടെ പകുതി മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു സെർവിങ് ബൗൾ എടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഞാൻ കസ്റ്റേർഡാണ് ഒഴിച്ചത്. സബ്ജ സീഡും ചവ്വരിയും മാങ്ങയും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഗ്ലാസ്സിലൊഴിച്ച് ഞാൻ കുടിച്ചു. ഇപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചു. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.